തിരുവനന്തപുരം കോർപ്പറേഷനിൽ താനായിരുന്നു മേയർ സ്ഥാനാർത്ഥിയെന്ന് തുറന്നു പറഞ്ഞു ബി.ജെ.പി നേതൃത്വത്തെ വെട്ടിലാക്കി മുൻ ഡി.ജി.പിയും കൗൺസിലറുമായ ആർ ശ്രീലേഖ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു ബി.ജെ.പി പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു. ഒരു സ്ഥലത്തും എക്കാലവും ഇല്ലാതിരുന്ന ഒരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു. അതിലൊക്കെയാണ് ഞാനിപ്പം ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത്. ഒന്നും ഇല്ലെന്നേ, അതൊക്കെ നിങ്ങൾ പറയുന്ന കഥകളല്ലേ. അങ്ങനെ അവഗണിക്കപ്പെട്ടതായിട്ടോ അങ്ങനെ എന്താണ് ചതിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല ഉണ്ടായത്. മോനെ, ഒരു അനുരഞ്ജനം വേണ്ടി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്നു, വാർത്തകൾ പറയുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ തന്നെ അതിന് മറുപടി പറയും. വാർത്തകൾ, പത്രക്കാർ പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. ഇതൊരു താഴെത്തട്ടിലുള്ള ഒരു അനുഭവം, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും താഴത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടി എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ്. ഇവിടുന്ന് തുടങ്ങി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഈ ശാസ്തമംഗലം വാർഡ് ഞാനൊരു മെച്ചപ്പെട്ട വാർഡാക്കി മാറ്റിയെടുക്കട്ടെ 5 വർഷം കൊണ്ട്. അതാണ് എൻ്റെ താല്പര്യം. ഇതാണ് ചാരിതാർത്ഥ്യം. സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചോ? എന്തിനെ കുറിച്ച്? നിങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ പോലീസിലെ പോലെ പെരുമാറുന്നത്? സംസ്ഥാന നേതൃത്വമായിട്ട് അത് ചർച്ച ചെയ്തോ, ഇത് ചർച്ച ചെയ്തോ, മറ്റത് ചർച്ച ചെയ്തോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോന്ന് ചർച്ച ചെയ്യാനാണ് എന്നോട് നിങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം എങ്ങനെ പറയണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് സംസ്ഥാന നേതൃത്വം എഴുതി തരുന്ന ഡ്രാഫ്റ്റ് അനുസരിച്ച് അഭിനയിക്കുകയാണോ വേണ്ടത്? അതാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു വന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് മോഹിച്ചിട്ടോ ഒന്നുമല്ല. ഭാരതത്തിലുടനീളം ഉള്ള ഒരു വികസനവും ഒരു നല്ല ഡെവലപ്മെൻറ്റും, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുന്നോട്ട് കുതിക്കുകയാണ്. പക്ഷേ കേരളം എന്ന് പറയുന്ന ഇരുട്ടിലേക്ക് ആണ്ടാണ്ട് പോകുന്നത് കണ്ട് വിഷമിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്തത്, അതിൽ പ്രവർത്തിക്കുന്നത്, അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യവുമില്ല. ഈ പാർട്ടി ജയിച്ചു വരണം, ഇവിടെ ഭരണം ബി.ജെ.പിയുടെ ഉണ്ടാവണം. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.